സ്നേഹത്തെയും വന്ദനവിനെയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി ഇതുവരെയും കർത്താവിൻ്റെ വിരിച്ച ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനം തന്നല്ലോ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വേഗത്തിൽ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആയതിന് ആധാരമായി കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്ന ദൈവിക വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, യേശു കർത്താവ് കടലിന്റെ മീതെ നടന്നു വരുന്നു ശിഷ്യന്മാരുടെ അടുക്കലേക്ക്. ആമേൻ. ആ ഒരു അധ്യായം കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗദരദേശത്തെ ഭൂതഗസ്തൻ നാളുകളായി ഭൂതത്താൽ പിശാചിനാൽ ബാധിക്കപ്പെട്ട് കിടന്ന ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി വീണ്ടും 12 സംവത്സരം രക്തസ്രവമുള്ള ആ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന അവസ്ഥ. മൂന്നാമതായി പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു എന്ന് പറയുന്ന ഇടത്തുനിന്ന് ജീവൻ കൊടുക്കുന്ന അവസ്ഥ. ഈ 3 പേരെയും ദൈവം വിടുവിക്കുന്ന ഒരു മേഖലയാണ്. ഒരു വിടുതലിന്റെ, ഒരു ഡെലിവറൻസിന്റെ അധ്യായമാണ്. ആമേൻ. ഒരു ഉയർപ്പിന്റെ ആ അധ്യായമാണ് 5-ാമത്തെ അധ്യായം. എവിടെയൊക്കെയോ എല്ലാം കഴിഞ്ഞുപോയി, എല്ലാം അവസാനിച്ചു പോയി, ഇനി ഒരു പ്രതീക്ഷയില്ല. ഇനി അവനെ കൊണ്ട് അവളെ കൊണ്ട് ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് ലോകവും അവരും വിധി എഴുതിയ സ്ഥാനത്ത് നിന്നും ദൈവം അവരുടെ ജീവിതത്തെ, അവരുടെ അധ്യായങ്ങളെ തിരുത്തി എഴുതിയ, അവരുടെ ജീവിതത്തിൽ പുതിയത് വഴിത്തിരിവുകളിലേക്ക് മാറ്റിയ ഒരു അധ്യായമാണ് 5-ാം അധ്യായം. ഗദദേശത്തെ ഭൂതഗസ്തൻ ഇനിയും അവൻ ഒരു പഴയ വ്യക്തിയാകുമെന്നോ ഒരു മടങ്ങിവരവ് ഉണ്ടാകുമെന്നോ ആരും ചിന്തിച്ചില്ല. അവൻ അങ്ങനെ തീരുമെന്ന് ചിന്തിച്ചിടത്തു നിന്ന് കല്ലറയ്ക്കകത്തു നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. 12 സംവത്സരം രക്തസ്രാവമായിരുന്ന സ്ത്രീ ഒരു സൗഖ്യവും ഒരു വിടുതലും ഇനിയില്ല. ഏറിയ വൈദ്യന്മാരാൽ വളരെയേറെ ചെലവിട്ടിട്ടും ഒട്ടും ഭേദമാകാതെ പരവശയായി തീർന്നവൾ, ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞിടത്ത് 12 വർഷമായി ബ്ലഡ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് കർത്താവ് അവിടെ ജീവൻ അപായത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബ്ലീഡിങ്, ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷികമായ ബ്ലഡ് നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ജീവങ്കിലേക്ക് ദൈവം ഉയർപ്പിക്കുക. മൂന്നാമത്, പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു. അവിടെ നിന്നും പ്രതീക്ഷ അറ്റുപോയിടത്തു നിന്നും കർത്താവ് അവളെ ഉയർപ്പിക്കുകയാണ് ജീവങ്കിലേക്ക്. അപ്പോൾ ഇന്ന് പകൽ ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി, മറ്റുള്ളവരും നിങ്ങളും ഇനി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നും ഇതാ പുതിയൊരു അധ്യായം, പുതിയൊരു ഉയർപ്പ് നിങ്ങളെ ഒതുക്കി വെക്കാൻ, നിങ്ങൾക്ക് വേണ്ടി വിരിച്ച, നിങ്ങൾക്ക് വേണ്ടി പണിത കല്ലറയ്ക്കകത്തു നിന്നും നിങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ഉയർപ്പിന്റെ പകലായി പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. ഒരുപക്ഷെ പിശാചിന്റെ ഏതെങ്കിലും തന്ത്രങ്ങളാൽ ഒരു കല്ലറയ്ക്കകത്ത് ഒതുക്കാനായിരിക്കാം. അതല്ല, ഒരു രോഗമിട്ട് ആ രോഗത്തിനകത്തൂടെ നിന്നെ കല്ലറയ്ക്കകത്ത് കയറ്റാനായിരിക്കാം. അതല്ല, മറ്റ് ഏതെങ്കിലും മേഖലകൾക്കകത്തൂടെ നിന്നെ തകർത്ത് കളയാനായിരിക്കാം ശത്രുവിന്റെ പദ്ധതി. പക്ഷേ പിശാചിന്റെ ആകട്ടെ, രോഗമാകട്ടെ, മറ്റ് ഫിസിക്കലായിട്ടുള്ള മറ്റേത് അവസ്ഥയാണോ, ആ 3 തലങ്ങളെയും പൊളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അടുത്ത ഒരു ഉയർപ്പിലേക്ക്, അടുത്ത ഒരു ജീവനിലേക്ക്, അടുത്ത ഒരു ചൈതന്യത്തിലേക്ക് ചിലരെ കർത്താവ് ഉയർപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് അങ്ങനെ മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഈ 5-ാം അധ്യായത്തിന്റെ ഒത്ത നടുഭാഗത്താണ് 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവളുടെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത്, പല വൈദ്യന്മാരുടെ അടുക്കൽ അവൾ പോയി, ഏറിയത് അവൾ സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു, ഒട്ടും ഭേദം വരാത്ത പരവശയായി തീർന്ന സ്ത്രീ. കണ്ടോ ആ സ്ത്രീയുടെ പ്രത്യേകത? ഒന്ന്, പല വൈദ്യന്മാരാൽ ഏറിയത്, രണ്ടാമത് ഏറിയത് സഹിച്ചവൾ, 3 തനിക്കുള്ളതൊക്കെയും ചെലവിട്ടവൾ, 4 ഒട്ടും ഭേദം വരാത്തവൾ,
5 പരവശയായി തീർന്നവൾ. ഒന്നും കൂടെ ശ്രദ്ധിക്കണം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാൽ ഏറിയത് സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവിട്ടു, ഒട്ടും ഭേദം വന്നില്ല, പരവശയായി തീർന്ന സ്ത്രീ. നമുക്കറിയാം, യേശു കർത്താവ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, അതായത് ജഡമായി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പൊ വചനം അത് യേശുവാണ്. ആ യേശു ജഡമായി ഭൂമിയിലേക്ക് വന്നു. ആമേൻ. അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ വചനം ജഡമായി ഭൂമിയിൽ നമ്മളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ, നമുക്ക് സ്പർശിക്കത്തക്ക രീതിയിൽ വചനം ജഡമായതിന്റെ പേരാണ് യേശു. അപ്പൊ യേശു അതുവഴി വരുന്നു എന്ന് പറയുമ്പോൾ വചനം താണ്ട വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വചനം അതുവഴി വരികയാണ്. വചനം വരുമ്പോൾ ഇവൾ ഏറിയത് സഹിച്ചു, പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി, ഒട്ടും ഭേദം വരുന്നില്ല. അങ്ങനെ പരവശയായി തീർന്ന സ്ത്രീ ഇവൾ പറയുകയാണ്, ഞാൻ യേശുവിനെ തൊടും. ഈ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് വിവരിക്കുന്നില്ല. നമ്മുടെ ഈ മോർണിംഗ് ഡിവോഷൻ സമയം വളരെ കുറവാണല്ലോ. വേഗത്തിൽ ദൂതിലേക്ക് ആമേ വന്ന് ഞാൻ പ്രാർത്ഥിക്കാം. വചനം ജഡമായി ആമേ തീർന്നു, അത് യേശു. 12 സംവത്സരമായി രക്തസ്രവമുള്ളവൾ ഏറിയ വൈദ്യന്മാരാൽ വളരെ ചികിത്സിച്ചു, ഒട്ടും ഭേദം വരുന്നില്ല, പരവശയായി തീർന്നവൾ ഇവൾ പറയുകയാണ്, ഞാൻ യേശുവിനെ തൊടും, അവന്റെ വസ്ത്രത്തിനെങ്കിലും തൊടും, തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് പറയുമ്പോൾ ഞാൻ വചനത്തെ തൊടുമെന്നല്ലേ അവൾ പറഞ്ഞത്. യേശു ആരാണ്? യേശു വചനം. വചനം ജഡമായി തീർന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം നിങ്ങളോട് ഇടപെടുന്ന ദൈവിക വചനങ്ങളെ നിങ്ങൾ കേറി പിടിക്കാൻ തയ്യാറാകണം. നിങ്ങൾ കേറി പിടിക്കാൻ തയ്യാറായാൽ ആ വചനത്തിനകത്തു നിന്നും ശക്തി പുറപ്പെടും. ഇവൾ യേശുവിനെ കയറി തൊടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വചനത്തെ കയറി തൊടാൻ ശ്രമിച്ചു, അല്ലെ? വചനം ജഡമായി വന്ന വചനത്തെ കയറി തൊടാൻ ശ്രമിച്ചപ്പോൾ ആ വചനത്തിനകത്തു നിന്നും ശക്തി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വചനം ആകാശത്ത് നിന്ന് മഞ്ഞ് മഴയും പെയ്താൽ അത് ഭൂമിയെ നനയ്ക്കും. ഭൂമി നനച്ചാൽ ഭൂമിക്കകത്ത് നിന്നും പുതിയ മുളകൾ കിളിച്ചു വരും. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അപ്പോൾ വചനം ഒരു ദൈവദാസന്റെ വായിലൂടെ ദൈവം ഇടപെടുമ്പോൾ, ഒരു അഭിഷക്തനിലൂടെ പുറത്തു വരുമ്പോൾ, ആരതിനെ കേറി പിടിക്കാൻ, ആരാ വചനത്തെ കേറി പൊടാൻ ആര് തയ്യാറാകുമോ അവർക്ക് വേണ്ടി ആ വചനത്തിനകത്തു നിന്നും ശക്തി പുറപ്പെടും. ശക്തി പുറപ്പെടും. അവൾ യേശുവിനെ കയറി പിടിച്ചു ആമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ തൊട്ടു, അല്ലെങ്കിൽ ആമ യേശുവിനെ തൊടാൻ ശ്രമിച്ചു, ആ വസ്ത്രത്തിൽ തൊട്ടു എന്ന് പറയുമ്പോൾ അവൾ ആമ വചനം ജഡമായി വന്ന ആ വചനത്തെ കയറി തൊട്ടെന്നല്ലേ. ഒരു വചനം നിങ്ങളുടെ അരികിലേക്ക് ആമേ കർത്താവ് ഇടപെടുമ്പോൾ, വചനം നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ആമേ ഈ പുറങ്കാലം കൊണ്ട് അതിനെ തട്ടരുത്. നിങ്ങളുടെ ഐശ്വര്യത്തെ തട്ടരുത്. നിങ്ങളുടെ ആമേ നന്മയെ നിങ്ങൾ തട്ടരുത്. ആമേൻ, സ്തോത്രം. ആമേൻ. മറിച്ച് ഇരു കരങ്ങളോടും ആമേൻ ആമേ ആ വചനത്തെ കേറി പിടിക്കാൻ, അതിനെ സ്വീകരിക്കാൻ, ആ വചനത്തെ തൊടാൻ ആമേൻ നാം തയ്യാറായാൽ ആമേൻ അത് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി വെളിപ്പെടും. അത് കല്ലറയ്ക്കകത്തു നിന്നും പുറത്തു കൊണ്ടുവരേണ്ടതാണെങ്കിൽ അങ്ങനെ, രോഗത്തിൽ നിന്നും സൗഖ്യം നൽകേണ്ടതാണെങ്കിൽ അങ്ങനെ, മരിച്ച ഇടത്തു നിന്നും ഉയർപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവവചനത്തെ തുറന്ന ഹൃദയത്തോടെ ആമേൻ ആമേൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ സ്വീകരിപ്പാൻ, അതിനെ തൊടാൻ, അതിനെ കയറി പിടിക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. 3 കാര്യങ്ങൾ. ഒന്ന്, കല്ലറയ്ക്കകത്തു നിന്നും പുറത്തു വരുന്നത് പോലെ എവിടെയൊക്കെയോ ഒതുക്കി വെച്ച്, അടച്ചു വെച്ച്
ഇനിയും ഇവൻ ദേശം കാണരുത്, ഇനിയും ഇവൻ നന്മ കാണരുത് എന്ന് ശത്രു പറഞ്ഞിടത്തു നിന്ന് ഒരു ഉയർപ്പ്. 2, രോഗമിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരരുത് എന്ന് പറഞ്ഞതിനകത്ത് ഒരു വിടുതൽ. 3, മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു ഉയർപ്പ്. നാം എന്ത് ചെയ്യണം? വചനത്തെ തൊടാൻ തയ്യാറാകുക. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ നാം ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആരംഭകാലത്ത് നാം ഒന്ന് പിൻപോട്ട് ചിന്തിച്ചാൽ, ഈ സ്ത്രീ യേശുവിനെ തൊടും എന്ന് അവൾ പറഞ്ഞു. അവൾ അങ്ങനെ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇനി യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകുമെന്ന് അവൾ ഉറച്ചു. നമ്മുടെ ഈ തുടക്ക സമയങ്ങളിൽ ഒരു വസ്ത്രത്തിന്റെ വിളിമ്പ് പോലും മതിയായിരുന്നു നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ആത്മാവിലാകാൻ. ഒരു വസ്ത്രത്തിന്റെ വിളിമ്പ്, അല്ലെങ്കിൽ ഒരു വചനത്തിന്റെ ഒരു തലം, ഒരു ചെറിയ ദൈവ സാന്നിധ്യം, ആ ചെറിയ സാന്നിധ്യത്തിനകത്ത് പോലും നമ്മുടെ കണ്ണ് നിറയുമായിരുന്നു. നമ്മൾ മതിമറന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഇന്ന് വസ്ത്രത്തിന്റെ വിളിമ്പ് പോയിട്ട് വസ്ത്രം മൊത്തത്തിൽ എടുത്തോണ്ട് വന്ന് ഇട്ടാലും നമുക്ക് ചലനമില്ലാതെ പോലെ ഇരിക്കുക. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം, ആ സ്ത്രീയെ പോലെ വസ്ത്രത്തിൽ തൊട്ടാൽ, ആ വചനത്തിന്റെ ആ വചനം ഉരവിടുമ്പോൾ, ആ വചനം ശബ്ദ തരംഗങ്ങളായി എൻ്റെ അരികിലേക്ക് വരുമ്പോൾ അതിനെ കയറി പിടിച്ചെങ്കിലും സ്തോത്രം ഞാൻ സൗഖ്യമാകും എന്നുള്ള അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക്, അങ്ങനെ ഒരു ഉറപ്പിലേക്ക് നാം കയറി വരുമ്പോൾ വചനം ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അവൾ വചനത്തെ കയറി തൊട്ടു, അവൾ യേശുവിനെ തൊട്ടു, അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു. ഇന്ന് പുറപ്പെട്ടു വരുന്ന വചനത്തെ തൊടാൻ, അതിനെ റിസീവ് ചെയ്യാൻ, അതിനെ കരങ്ങൾ അടിച്ചോ തുറന്ന ഹൃദയത്തോടോ എങ്ങനെയാ ദൈവാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നേ? അതിനെ അങ്ങനെ റിസീവ് ചെയ്യാൻ നിങ്ങൾ എടുത്ത് ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അയച്ച ലെറ്ററാണ് ബൈബിൾ. നിങ്ങൾക്ക് അയച്ച തുറന്ന ഒരു എഴുത്താണ് ബൈബിൾ. എൻ്റെ യേശുവിനെ നിങ്ങളോട് സംസാരിപ്പാനുള്ളത് ബൈബിളിൽ, വചനത്തിലൂടെ. ആ വചനം നിങ്ങളോട് ഇടപെടുമ്പോൾ ആ വചനത്തെ കയറി തൊടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ശക്തി പുറപ്പെടും. പണ്ടൊക്കെ ഒരു ചെറിയ സാന്നിധ്യം മതിയായിരുന്നു. ഇന്ന് സ്തോത്രം, ഞാൻ പറഞ്ഞതുപോലെ വസ്ത്രത്തിന്റെ ആ വിളിമ്പ് മതിയായിരുന്നു നമുക്കൊന്ന് മുന്നേറാൻ, അല്ലെങ്കിൽ ബലപ്പെടാൻ, അല്ലെങ്കിൽ ആരാധിക്കാൻ, അല്ലെങ്കിൽ ശക്തി ഏറ്റെടുക്കാൻ. ഇന്ന് വസ്ത്രം കൊണ്ട് നമ്മുടെ മേൽ ഇട്ടാലും സ്തോത്രം നമ്മൾ ചലിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇന്ന് ഈ സ്ത്രീയെ പോലെ യേശു എന്നെ വന്ന് തൊട്ടില്ലെങ്കിൽ ആ പുറപ്പെടുന്ന വചനമില്ലേ, ആ ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ പുറപ്പെടുന്ന ദൈവിക ആലോചനകളില്ലേ, ദൈവം നിങ്ങളോട് ഇടപെടുന്ന ദൈവിക ശബ്ദമില്ലേ, ആ ശബ്ദത്തെ ആ വചനത്തെ കയറി പിടിച്ചോ, അതിനെ പൊട്ടോ, ശക്തി പുറപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന്റെ അസ്ഥികളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ നാഡീ ഞരമ്പുകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ കല്ലറകൾക്കകത്തേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ രോഗത്തിന്റെ പഴയ വേരുകൾക്കകത്തേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ മരിച്ച വിഷയങ്ങൾക്കകത്തേക്ക്, 3 മേഖലയിൽ. 1 കല്ലറയ്ക്കകത്തേക്ക്, 2 രോഗത്തിനകത്തേക്ക്, 3 മരിച്ച മേഖലകൾക്കകത്തേക്ക്. ശക്തി പുറപ്പെടും. ദൈവം അത്ഭുതം ചെയ്യും. ശക്തി തങ്കിൽ നിന്ന് പുറപ്പെട്ടു. അത് യേശു പറയുകയാണ്, ആരോ എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ, യേശു വസ്ത്രത്തിൽ തൊട്ടു എന്നതിനേക്കാൾ യേശു ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ തൊട്ടത് ആർ? എന്നെ തൊട്ടത് ആർ? എന്റെ വസ്ത്രം തൊട്ടത് ആർ? സ്തോത്രം. കർത്താവിനെ തൊട്ടു, ആ വചനത്തെ തൊട്ടു, അല്ലെങ്കിൽ വചനമാകുന്ന വചനം ജഡമായി വന്ന യേശുവിനെ തൊട്ടു. ആ വചനത്തെ തൊട്ടപ്പോൾ വചനത്തിന്റെ പ്രവൃത്തി ചെയ്തു, ശക്തി പുറപ്പെട്ടു. അത് അവളുടെ ശരീരത്തിൽ അറിഞ്ഞു. നിങ്ങൾ വചനത്തെ തൊടുക, വിശ്വാസത്തോടെ കയറി തൊടുക, ശക്തി പുറപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ 3 മേഖലകളിൽ വിടുതലുകളായി വ്യാപരിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ,